ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ ഐറ്റം അടിപൊളിയാണ് ട്ടോ. നമ്മളൊരു ഫേവററ്റ് ആണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഡിന്നറിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പേരാണ് പോള എന്ന് പറയും ട്ടോ. വെള്ള പോള എന്ന് പറയും. വെറും പോളാന്നും ഇതിന് പറയും ട്ടോ. വടകരയുള്ള ഒരു സാധനമാണ്. തലശ്ശേരി, കണ്ണൂരൊക്കെ ഉള്ളൊരു ഐറ്റം തന്നെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനിവിടെ കറി ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു പോള കഴിക്കുന്നത്. പോള ശരിക്കും മധുരത്തിൻ്റെ കൂടെയും കഴിക്കും. ഇന്ന് ഞാൻ നല്ല അടിപൊളി മേത്തി ചിക്കനാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഇഷ്ടാവും. അപ്പോൾ ദാ ഈ ഒരു വെള്ളപ്പോളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചരിയാണ് നമുക്ക് ആവശ്യം ട്ടോ. പച്ചരി നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ട് നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഒരു 4, 5 മണിക്കൂർ 5, 6 മണിക്കൂറായെന്ന് തോന്നുന്നു. അത്രയും നേരം ഞാൻ വെള്ളത്തിലിട്ട് പൊതിർത്തിയെടുത്തതാണ്. ഇതിൻ്റെ ഒരു പാകം കണ്ടില്ലേ? ഇത്രയും നന്നായിട്ട് പൊതിർത്തിയെടുക്കണം. 2 കപ്പാണിത് പച്ചരി ഞാൻ എടുത്തത്. ഇനിയിപ്പോൾ അത് നന്നായിട്ട് കഴുകി അത് വെള്ളമൊക്കെ ഊറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് 2 കപ്പാണ് ഞാൻ എടുത്തത് ട്ടോ. ഞാൻ ഗ്ലാസ്സിലാണ് അളന്നത്. 2 ഗ്ലാസ് അരിയാണ് ഇതുള്ളത്. അപ്പോൾ ഇതാ കപ്പും ഗ്ലാസ്സൊക്കെ ഒരേ അളവാണ്. സോറി, ഇനി അത് വേറാന്ന് വിചാരിക്കേണ്ട, ഒരേ അളവാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ 3/4 ഭാഗത്തോളം അരി ഞാൻ മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് ചോറാണ് എടുക്കുന്നത്. നമ്മൾ ഏത് അരിൻ്റെ ചോറാണോ ഉണ്ടാക്കുന്ന ആ ചോറ് ഇട്ട് കൊടുത്താൽ മതി, ഒരു 1/4 കപ്പ്. പിന്നെ 1 കപ്പ് തേങ്ങ വേണം. അതിലാദ്യം പകുതി ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകുതി രണ്ടാമത്തെ ബാച്ചിലുമാണ് ചേർക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. വെള്ളം കൂടി പോകാൻ പാടില്ല. ഇത് അരഞ്ഞ് കിട്ടാനുള്ള വെള്ളം മാത്രം മതി ട്ടോ. ഇതിന് നന്നായിട്ട് മഷി പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ വേറൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ ഇനിയിപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ ബാച്ചിൽ അരി എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരിൻ്റെ കൂടെ തേങ്ങയും കൂടെ ചേർക്കാനുള്ളൂ ട്ടോ. ഇനി ചോറ് ചേർക്കണ്ടില്ല. ഇനിയിപ്പോൾ അടുത്തത് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് വേണ്ടത്. പിന്നെ വേണ്ടത് കുറച്ച് പഞ്ചസാര വേണം. അതുപോലെ തന്നെ ഉപ്പും വേണം. പഞ്ചസാര 1 ടേബിൾ സ്പൂണാണ് എടുത്തത്. കാരണം ഞാൻ മധുരം 1 കപ്പ് വരെയൊക്കെ ചേർക്കട്ടെ. ഇതിപ്പോൾ മധുരത്തിൻ്റെ കൂടെ കഴിക്കാനുള്ളതല്ല. ഇത് ഞാൻ എരിവായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര മതി. 1 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതും ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ അതാ ഞാൻ രണ്ടാമത്തെ ബാച്ച് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് കൈകൊണ്ട് വടിച്ചിലേക്ക് ഇട്ടാൽ മതി. അല്ലാണ്ട് ഈ മിക്സി കഴുകിയ വെള്ളമൊന്നും ഇതിൽ ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ ലൂസായി പോവും. അപ്പോൾ ഈ ഒരു പാകം ഇതിന് റെഡിയാണ്. ഈ ഒരു കട്ടിയിലാണ് നമുക്ക് വേണ്ടി കേട്ടോ. വല്ലാണ്ട് അങ്ങ് കട്ടിയായി പോകാനും പാടില്ല, എന്നാൽ വല്ലാണ്ട് ലൂസായി പോകാനും പാടില്ല. ഈ ഒരു ടെക്സ്ചറിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മിക്സി കഴുകിയ വെള്ളം കൂടെ ഒക്കെ ഒഴിക്കുന്ന സമയത്ത് വല്ലാണ്ട് അങ്ങ് ലൂസായി പോകും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. ഇത് നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. ഒരു 3 മണിക്കൂർ അല്ല 4 മണിക്കൂറൊക്കെ വെക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇതൊന്ന് പതഞ്ഞ് പൊന്തി വന്നോളും. അപ്പോൾ ഞാനിവിടെ ഒരു 3 മണിക്കൂറാണ് വെക്കുന്നത്. ഒരു 3 മണിക്കൂറിന് ശേഷം നോക്കാം. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ നല്ല ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിന്. 1 കിലോ ആണ് ഇപ്പോൾ ഈ ഒരു ചിക്കൻ ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബോൺലെസ് ചിക്കൻ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള ഒരു ചിക്കനാണ് എടുത്തത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1 1/2 ടീസ്പൂണോളം ഉപ്പ് വേണ്ടി വരും. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് നിറച്ച് പുളി കുറവുള്ള തൈര് ചേർത്ത് കൊടുക്കുക. യോഗട്ടാണ് ഞാൻ ചേർത്തത്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തോണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതും നമുക്ക് ലേശം നേരം ഒന്ന് വെക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇനിയിപ്പോൾ അതാ ഞാൻ ആ ഒരു മെത്തി ചിക്കൻ ഉണ്ടാക്കാനുള്ളൊരു കടായി വെച്ചാണ്. അതിലേക്ക് ഞാനിപ്പോൾ ഒരു വലിയ സൈസുള്ള ഉള്ളിയാണ് എടുത്തിട്ടോ. മീഡിയം സൈസാണ് 2 എണ്ണം വേണം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലുതാണ്. അപ്പോൾ 2 ഉള്ളി എന്ന് തന്നെ പറയാം. 2 ഉള്ളിയാണ് ഇതുള്ളത്. അപ്പോൾ ഒരു 1/4 കപ്പാണ് ഞാനിവിടെ ഓയിൽ എടുത്തത് കേട്ടോ. ആ ഒരു ഓയിൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഉള്ളി നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ ഒരു ഗോൾഡൻ കളറിൽ ഒന്ന് പൊരിച്ചെടുക്കണം. ഒരു കൈപ്പിടി അല്ലെങ്കിൽ ഒരു 1 1/2 കൈപ്പിടിയൊക്കെ ഉണ്ടാവുള്ളൂ. ഒന്ന് മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ബാക്കി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളതാണ്. കറിയല്ല, ഇതൊരു റോസ്റ്റാണ് കേട്ടോ. ഗ്രേവി ഒന്നും ഉണ്ടാവില്ല ഇതിൽ. തീരെ ഗ്രേവി ഇല്ലാത്ത ഒരു റോസ്റ്റ് പോലത്തെ ഒരു ഇതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ഉള്ളി നന്നായിട്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇത് ആ ഒരു കറിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു സെയിം എണ്ണ തന്നെ നമുക്ക് ബാക്കിയുള്ള ഉള്ളി ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഒരു സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ഉള്ളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്താണ്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 2, 3 പച്ചമുളക് കൂടെ മുറിച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നിച്ചെണ്ണങ്ങ് വാടിക്കോളും. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു സോഫ്റ്റായിട്ട് വരണം കേട്ടോ ഉള്ളിയൊക്കെ. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നാണ്. ഇത്രയും ആയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്ത അണ്ടിപ്പരിപ്പ് ആയതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം നിങ്ങൾ പച്ച അണ്ടിപ്പരിപ്പാണ്, ഫ്രൈ ചെയ്യാത്ത അണ്ടിപ്പരിപ്പാണെങ്കിൽ ഉള്ളിൻ്റെ കൂടെ ഒന്നിച്ചെണ്ണ ഇട്ടാൽ മതി കേട്ടോ.
ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടിയത് നമ്മളെ മെയിൻ സാധനം കസൂരി മെത്തിയാണ്. ഇത് ഞാൻ 2 ടേബിൾ സ്പൂണാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് മെത്തി ലീവ്സ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അതിങ്ങനെ അരക്കണ്ടില്ല, അത് ഇങ്ങനെ എന്താ പറയുക അരിഞ്ഞിട്ടിട്ട് ഒന്ന് വയറ്റി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ എടുത്തത് കേട്ടോ. വല്ലപ്പോഴും എവിടുന്നെങ്കിലൊക്കെ കാണലുണ്ട്, കാണുമ്പോൾ ഞാൻ വാങ്ങിക്കലുണ്ട്. പക്ഷേ നമുക്ക് അത് വാങ്ങാനായിട്ട് പോയാൽ ചിലപ്പോൾ അത് കിട്ടൂല. മെത്തി ലീഫ് എന്ന് പറയുന്നത് ഉലുവൻ്റെ ഇലയാണ് കേട്ടോ. അതിനാണ് ഇത് പറയുന്നത്. ആ ഉലുവൻ്റെ ഇല ഉണക്കി വരുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് വയറ്റി കഴിഞ്ഞതിന് ശേഷം ഞാനതൊന്ന് ചെരിച്ച് വെച്ചിട്ട് ആ എണ്ണ ഒന്ന് ഊറാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം അത് ഞാനത് ചൂടൊക്കെ പോയതിന് ശേഷം മിക്സിയിലിട്ട് കൊടുത്ത്. ഇനിയിപ്പോൾ നന്നായിട്ട് നല്ല മഷി പോലെ അരച്ച് കൊണ്ടുവന്നിട്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചത്. ഇനിയിപ്പോൾ ആ സെയിം പാൻ തന്നെ ആ എണ്ണ തന്നെ കേട്ടോ, വേറെ എണ്ണ ഒന്നും ചേർക്കണില്ല. അതന്നെ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കുക. ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ചിക്കനെ നമ്മൾ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഒരു മീഡിയം തീ ആക്കി വെക്കണം. വല്ലാണ്ട് തീ കുറച്ചും വെക്കണ്ട, ഭയങ്കരമായിട്ട് കൂട്ടിയും വെക്കണ്ട. ഒരു മീഡിയം തീ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ തീ വല്ലാണ്ട് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടൂല കേട്ടോ. ഒരു മീഡിയം തീ ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇത് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കുക. അതിൻ്റെ ഇടയിലൊന്ന് ഇളക്കി കൊടുക്കണേ. ഇനിയിപ്പോൾ അതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് ഇളക്കി കൊടുത്തതാണ്. ഇപ്പോൾ ദാ ആ ഒരു ചിക്കനിൽ ഇറങ്ങി വന്ന വെള്ളമാണിത്. ഒരുപാട് വെള്ളം കണ്ടില്ലേ? ഇത്രയും വെള്ളം ഈ ഒരു ചിക്കനിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ആണെങ്കിൽ ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുമുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ഞാൻ തിളപ്പിച്ചതാണ്. ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുമുണ്ട്. ഇതിന് ഹൈ ഫ്ലെയിം ആക്കി വെച്ചിട്ട് ഇതിലത്തെ ഈ ഒരു വെള്ളമില്ലേ, അതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരു ഹൈ ഫ്ലെയിം ആക്കി വെക്കുക. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ അതാ ഈ ഒരു രീതിയിലായി കിട്ടും കേട്ടോ. വെള്ളം അങ്ങ് വറ്റി വന്നോളും, പെട്ടെന്ന് തന്നെ വറ്റും. ഹൈ ഫ്ലെയിം ആക്കി വെച്ചാൽ മതി. അപ്പോൾ അതാ ഒരു ഏകദേശം വറ്റിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഇല്ല, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇല നിങ്ങൾ ഫ്രഷാണ് ഇടുന്നതെങ്കിൽ എന്താ പറയുക വഴറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഉള്ളിയും അണ്ടിപ്പരിപ്പൊക്കെ അരച്ചിട്ട് തന്നെ ചേർക്കുക. ഇല നമ്മൾ വഴറ്റിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അത് ഞാൻ ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ ഗ്രേവി വരുന്നത് കേട്ടോ. ഒരുപാട് ഗ്രേവി ഒന്നും ഉണ്ടാവില്ല. ഇത് നമ്മൾ ആ ഒരു ചിക്കനിലേക്ക് പൊതിഞ്ഞ് വരുന്ന ഒരു രീതിയിൽ ഒരു റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്, കറിയല്ല, ഒരു റോസ്റ്റ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഒന്ന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചിക്കനിൽ ഓൾറെഡി ഉപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത ഗ്രേവിക്കാണ് ഉപ്പില്ലാത്തത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കൂടെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ടേ ചേർക്കാവൂ കേട്ടോ. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കൂടെ ഉപ്പിട്ടപ്പം കറക്റ്റാണ്. ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ലാസ്റ്റ് ചേർക്കേണ്ടത് കുറച്ച് അധികം മല്ലിച്ചപ്പാണ് കേട്ടോ. ഒരു 2 കൈപ്പിടിയൊക്കെ ഉണ്ടാവും, അത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വേവിക്കുക. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൊന്ന് ഇളക്കേണ്ടിയിരുന്നു കേട്ടോ. ഞാനത് ഇളക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എൻ്റെ ക്യാമറ ചൂടായിട്ട് മങ്ങുന്നതാണ് കേട്ടത്. കുറച്ചധികം ചൂടായി പോയതുകൊണ്ടാണ്. അപ്പോൾ ദാ ആ ഒരു ഇതും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഇതുവരെ കഴിക്കാത്തൊരു രുചിയായിരിക്കും കേട്ടോ. ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. എനിക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റൂല, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. ബാക്കിയൊക്കെ നമ്മൾ ഏകദേശം എല്ലാം ഒരേ ടേസ്റ്റ് പോലെ തോന്നുമല്ലോ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതവിടെ മൂടി വെക്കുക. നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ വെള്ളപ്പോളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു 3 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഇട്ടത്. ഇതിപ്പോൾ കണ്ടില്ല, നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാകം കാണിച്ചുതരാം. നിറച്ച് ബബിൾസ് ആയിട്ടുണ്ടാവും. ഈ ഒരു രീതിയിലാണ് നമുക്ക് മാവ് വേണ്ടി കേട്ടോ. അപ്പോൾ വല്ലാണ്ടങ്ങ് കട്ടി ഉണ്ടാവാനും പാടില്ല, എന്നാൽ വല്ലാണ്ടങ്ങ് ലൂസായി പോകാനും പാടില്ല. ഈ ഒരു പാകത്തിൽ കിട്ടിയാലാണ് നമ്മളെ പോള നന്നായിട്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് ഇഷ്ടമുള്ള പാത്രത്തിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനത്തെ ചെറിയ പാത്രമില്ല, അതിലും ഒന്ന് എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയ ടൈപ്പുള്ള പ്ലേറ്റ്, സ്റ്റീലിൻ്റെ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, അതിലും ചെയ്യുന്നുണ്ട്. രണ്ടിലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ചൂടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാത്രമില്ല, അത് ഇതാ ഫുള്ള് ഞാൻ എണ്ണ പുരട്ടി വെച്ചതാണ്. അങ്ങനത്തെ ഒരു 5 പാത്രമാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ആ 5 ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. കാണാനുള്ള ഭംഗിക്ക് വേണ്ടി ഇല്ലാക്കുന്നതെന്നേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പം സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആണ് കേട്ടോ. അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ പ്ലേറ്റോ കുറച്ച് കുഴിയുള്ള ഏത് പ്ലേറ്റും എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ടിൻ ഉണ്ടാവുമല്ലോ, അലുമിനിയത്തിൻ്റെ കേക്ക് ടിന്നൊക്കെ ഉണ്ടാവില്ല, അതിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇഷ്ടമുള്ള പാത്രത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ദാ ഞാൻ രണ്ടിലും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വെള്ളമൊക്കെ തിളയ്ക്കാൻ തുടങ്ങിന്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ചെറിയ പാത്രത്തിൽ ഒഴിച്ച് വെച്ചതാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. നല്ല ഒരു മീഡിയത്തിനെക്കാട്ടിലും കുറച്ചൊന്ന് കൂട്ടി തീ വെച്ച് കൊടുത്താൽ മതി. ഒരു 15 മിനിറ്റാണ് ഇത് വേവിച്ചെടുക്കേണ്ട ടൈം എന്ന് പറയുന്നത് കേട്ടോ. വല്ലാണ്ട് അങ്ങ് തീ കുറച്ച് വെക്കണ്ട, ഒരു 15 മിനിറ്റ്. 2 പാത്രത്തിലായിട്ടാണ് ഞാൻ വേവിക്കുന്നത്. ഇപ്പോൾ അതാ നമ്മളെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ പോളയൊക്കെ അവിടെ റെഡി ആയിന് കേട്ടോ. കറക്റ്റാണ്. ഇതിന് ചൂടാറിയതിൻ്റെ ശേഷം ഇതിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. ചൂടാറിയാലാണ് നമുക്ക് എടുക്കാൻ എളുപ്പം. അല്ലാണ്ട് തൊടുന്ന സമയത്ത് ഒരു ഒട്ടൽ പോലെ ഉണ്ടാവും. അപ്പോൾ അതാ ചൂടൊക്കെ ഒന്ന് കുറച്ച് ആറിയിട്ടുണ്ട്. ഇതിനൊരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മെല്ലെ ഒന്ന് ഇതാക്കി കൊടുക്കുക.
ഒന്ന് വിടുവിച്ച് കൊടുത്താൽ മതി. ഒരു കയ്യിലോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വിടുവിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റും. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അത് വായിലിട്ടാൽ അലിഞ്ഞു പോകാമെന്നറിയില്ല, അങ്ങനത്തെ ഒരു പോളയാണത്. അപ്പോൾ ഇത് നമ്മൾ കപ്പി കാച്ചുക അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, അടിപൊളിയാണ്. അപ്പോൾ ഞാനത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത സമയത്ത് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കറിയും ഈ ഒരു പോളയും രണ്ടും ഭയങ്കര ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണേന്ന് പറഞ്ഞു കുട്ടികൾ. ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, നമുക്ക് ഓരോ ദിവസം ഓരോന്നാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വെച്ചതാണ് കേട്ടോ. അപ്പോൾ ദാ ആ ഒരു സ്റ്റീലിൻ്റെ ചെറിയ പാത്രത്തിലുള്ളൊക്കെ ഞാനിതാ ഡിമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വലിയ പാത്രത്തിലുള്ളത് കാണിച്ചു തരാം. ഇങ്ങനത്തെ 2 പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അത്രയാണ് ഈ ഒരു മാവിനെ കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയത്. 2 കപ്പ് അരിക്കാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ. അതിനുള്ളത് ഈ സ്റ്റീലിൻ്റെ പ്ലേറ്റില്ലേ വലിയ, അങ്ങനത്തെ 2 പ്ലേറ്റ് ഉണ്ടാക്കി. അതേപോലെ തന്നെ ആ ഒരു 5 ചെറിയതും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ആ വലിയ പ്ലേറ്റിലുള്ളത്. ഇതിപ്പോൾ സോഫ്റ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കിയാൽ മനസ്സിലാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊന്നിങ്ങനെ നമ്മൾ പിടിച്ച് ഇങ്ങനെ കുലുക്കി നോക്കിയാൽ ഇങ്ങനെ ഇളകാൻ പറ്റണം. ഇത് കണ്ടില്ലേ? ഇങ്ങനെ ആകുന്നത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം നല്ല സോഫ്റ്റാണ് നമ്മളെ ഈ ഒരു വെള്ളപ്പോള എന്നുള്ളത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മുറിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഭയങ്കര സോഫ്റ്റാണ്. അതുപോലെ തന്നെ ഭയങ്കര എന്താ പറയുക, ഒരു വെയിറ്റ്ലെസ് ആയിരിക്കും. തീരെ വെയിറ്റ് ഉണ്ടാവില്ല. ഇതെടുത്ത് ഇങ്ങനെ കയ്യിൽ മേൽ എടുക്കുന്ന സമയത്ത് തീരെ വെയിറ്റ് ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ സോഫ്റ്റ്നെസ് നമുക്ക് മനസ്സിലാവുക. അതാണ് ഇങ്ങനെ ഇളകുന്ന സമയത്ത് കണ്ടില്ല, ആ ഒരു ഇങ്ങനെ ഒരു ഇതായിട്ട് കളിക്കുന്നത്. അപ്പോൾ അതാ എല്ലാം ഞാനിവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. ഒരു 5 എണ്ണം നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ചെറിയ സൈസിലുള്ളതും വലുത് ഞാനും മുറിച്ചും വെച്ചാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കറി അതിൻ്റെ മേലെ ഞാൻ ആ പൊരിച്ച് വെച്ച ഉള്ളിയില്ലേ, അത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തതാണ്, വേറെ ഒന്നുമില്ല കേട്ടോ. ആ ഉള്ളി മാത്രം വെച്ച് കൊടുക്കുക, കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തോളൂ. ഇതാണ് നമ്മളെ മേത്തി ചിക്കൻ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഫ്രഷ് മേത്തിയൊന്നും വേണ്ടിയില്ല, ഇല്ലാണ്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് കാണിച്ചാൽ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാകും, ആർക്കും ഇഷ്ടമില്ലാണ്ട് നിൽക്കൂല, എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 2 സാധനമാണെന്ന് കാണിച്ചത്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുകൊണ്ട് കേട്ടോ. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്തതിൽ കാണാം. അസ്സലാമു അലൈക്കും.